ഇത് എട്ടിൻ്റെ പണിയല്ല, ലീഗിൻ്റെ പണിയാണ്. ശ്രീ വി ഡി സതീശന് എങ്ങനെയെങ്കിലും തല ഊരണം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിടിവള്ളിയായി ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്ന കാര്യത്തെ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. വഖഫ് നിയമത്തിൽ 97-ാം സെക്ഷനുണ്ട്. ആ 97-ാം സെക്ഷൻ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിനോട് പറയുക, ഈ വഖഫ് ഇത് വഖഫല്ല, അങ്ങനെ വഖഫ് ബോർഡ് അത്, അപ്പോൾ അതിനുള്ള അധികാരം സർക്കാരിനുണ്ട്. വഖഫ് ബോർഡ് സർക്കാർ പറയുന്നതനുസരിച്ച് ഒരു ഓർഡർ പ്രിൻ്റ് ചെയ്യേണ്ടെടുക്കേണ്ട സമയം അതാണ് 10 മിനിറ്റ് എന്നല്ലേ അദ്ദേഹം അന്ന് പറഞ്ഞത്. ഈ വഖഫ് നിയമം എന്താണെന്ന് പഠിക്കുക. കാരണം ഈ നിയമം കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. വഖഫ് നിയമം പഠിച്ചു വന്നപ്പോഴാണ് അതിലുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായത്. അവിടെ മുതലാണ് ഞാൻ എഴുതുകയും ഇതിൻ്റെ ഒരു കോൺഷ്യൻറ്റൈസേഷൻ തലത്തിലേക്ക് വരികയൊക്കെ ചെയ്തത്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ അതോ വർഗീയ പാർട്ടിയാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, ഇത് വഖഫാണ് എന്ന് പറയുന്ന നേതാക്കൾ, നമുക്കൊരു സംവാദത്തിനിരിക്കാം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒരു പരസ്യ സംവാദത്തിനായി വരിക, നമുക്കിരിക്കാം. എല്ലാത്തിനൊരു യുക്തിയില്ലേ? ഇത് വഖഫാണെന്ന് പറയണമെങ്കിൽ അതിനൊരു യുക്തി വേണ്ടേ? ആ യുക്തി പബ്ലിക്കായിട്ടൊന്ന് ബോധ്യപ്പെടുത്തട്ടെ. കിരൺ റിജിജു അന്ന് അവിടെ വെച്ച് പറഞ്ഞു 3 ആഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ചട്ടങ്ങൾ റെഡിയാകും. ആ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയാകും. ഇപ്പം എത്രയായി? വർഷം 1-1.5 ഇതുവരെ ചട്ടം തയ്യാറാക്കാൻ അവർ സന്നദ്ധരല്ല. പറയുന്നത് സുപ്രീം കോടതിയിൽ കേസുണ്ടെന്ന്. നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുനമ്പം നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ ഒരു വിഷയമാണ് മുനമ്പം കുടിയൊഴിക്കലുമായി ബന്ധപ്പെട്ട്. നിരവധി സമരങ്ങൾ നടന്നു, നിരവധി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു. ഇതൊന്നും ഒരിക്കലും റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. വീണ്ടും ഈ പ്രദേശത്തുകാർ സമരമുഖത്തേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം അച്ഛാ. നമസ്കാരം. മുനമ്പം ഭൂ സംരക്ഷണ സമിതി വീണ്ടും ഒരു പ്രക്ഷോഭത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങേണ്ട ഒരവസ്ഥയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നും ഇത് എല്ലാ വിഷയങ്ങളിലും അവസാനിച്ചു എന്ന് കരുതിയെന്നിടത്താണ് വീണ്ടും ഈ വിഷയം വീണ്ടും വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി ഡി സതീശൻ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി 10 മിനിറ്റേ വേണ്ടൂ എന്ന് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തതോടുകൂടി 8ൻ്റെ പണി കിട്ടിയെന്നാണ്. യഥാർത്ഥത്തിൽ 8ൻ്റെ പണിയാണോ അല്ലെങ്കിൽ ഇത് വെറുതെ പറയുന്നതാണോ? ഇത് 8ൻ്റെ പണിയല്ല, ലീഗിൻ്റെ പണിയാണ്. ശ്രീ വി ഡി സതീശന് എങ്ങനെയെങ്കിലും തല ഊരണം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിടിവള്ളിയായി ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്ന കാര്യത്തെ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വിഷയം? രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ 2019 മെയ് 20-ാം തീയതി മുസ്ലിം ലീഗിൻ്റെ നോമിനിയായ റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കെ ആ രജിസ്ട്രേഷൻ അനധികൃതമായി പ്രൊസീജിയേഴ്സ് ഒന്നും പാലിക്കാതെ അത് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല വഖഫ് ബോർഡുകളും പലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭേദഗതി വന്നപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു നിയമം വന്നു. ഇനി എവിടെയൊക്കെ എപ്പോഴൊക്കെ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ഉമീദ് പോർട്ടലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഫയൽ ചെയ്യണം. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് അപ്ലോഡിങ്. ആ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവരം തെറ്റാണോ ശരിയാണോ എന്ന് പിന്നീട് മോണിറ്റർ ചെയ്യാൻ പോലും പറ്റും. കേസുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ എന്ന് പോലും അതിൽ കൊടുക്കണം. അപ്പോൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു സാങ്കേതികമായ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു സംഭവത്തോട് ഈ 10 മിനിറ്റ് പരിഹാരം എങ്ങനെയാണ് തലകീഴായി പോയത്? അദ്ദേഹം 10 മിനിറ്റ് പരിഹാരം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. 2025 മെയ് 15-ാം തീയതി ചെറായിയിൽ കൂടിയ ഐക്യദാർഢ്യ സദസ്സ്. ആ ഐക്യദാർഢ്യ സദസ്സിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇത് 10 മിനിറ്റിൻ്റെ പരിഹാരം എന്ന് പറയുന്ന ഇതാണ്. വഖഫ് നിയമത്തിൽ 97-ാം സെക്ഷനുണ്ട്. ആ 97-ാം സെക്ഷൻ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിനോട് പറയുക, ഈ വഖഫ് ഇത് വഖഫല്ല, അങ്ങനെ വഖഫ് ബോർഡ് അത്, അപ്പോൾ അതിനുള്ള അധികാരം സർക്കാരിനുണ്ട്. വഖഫ് ബോർഡ് സർക്കാർ പറയുന്നതനുസരിച്ച് ഒരു ഓർഡർ
പ്രിൻ്റ് ചെയ്യേണ്ടെടുക്കേണ്ട സമയം അതാണ് 10 മിനിറ്റ് എന്നല്ലേ അദ്ദേഹം അന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം, അതായത് 2025 മെയ് 16 ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നു. കാരണം ഞാൻ ഈ സെക്ഷനുകൾ, ഞാൻ മുനമ്പംകാരനല്ല കേട്ടോ, ഞാൻ മുനമ്പംകാരനുമല്ല, മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ഒരാളുമല്ല, ഞാൻ ആലുവയിൽ താമസിക്കുന്ന ഒരാൾ. ഈ വിഷയം കേട്ടപ്പോൾ ഇത് 610ഓളം കുടുംബങ്ങൾ ഇതുപോലുള്ളൊരു പ്രശ്നത്തിൽ, അവരുടേതല്ലാത്ത ഒരു പ്രശ്നത്തിൽ, അതും ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയിൽ ഇടപെട്ടോ? അങ്ങനെ ഇടപെട്ടാണ്. അപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. ഞാൻ ചെയ്തത് ഈ വഖഫ് നിയമം എന്താണെന്ന് പഠിക്കുക. കാരണം ഈ നിയമം കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. വഖഫ് നിയമം പഠിച്ചു വന്നപ്പോഴാണ് അതിലുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായത്. അവിടെ മുതലാണ് ഞാൻ എഴുതുകയും ഇതിൻ്റെ ഒരു കോൺഷ്യൻറ്റൈസേഷൻ തലത്തിലേക്ക് വരികയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓരോ കാര്യവും അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണല്ലോ പറയുന്നത്, വായിച്ചു നോക്കാത്ത അഡ്വക്കേറ്റാണോ? പക്ഷേ എനിക്കറിയാം, സത്യത്തിൽ ശ്രീ വി.ഡി. സതീശനെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോയത് മറ്റൊരു അഡ്വക്കേറ്റാണ്. അത് മുഹമ്മദ് ഷായാണ്. മുസ്ലിം ലീഗിലേക്ക് ഇടയ്ക്ക് കയറി വരികയും പിന്നീട് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുകയും ചെയ്ത അദ്ദേഹം മാത്രമാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന ഒരു കാര്യത്തിന് ശ്രീ വി.ഡി. സതീശന് സപ്പോർട്ടായി ഒളിഞ്ഞ് നിന്നിട്ടുള്ളതും 97-ാം സെക്ഷൻ ഉപയോഗിച്ച്, ഒളിഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, 97-ാം സെക്ഷൻ ഉപയോഗിച്ച് ഇതിൽ പരിഹാരമുണ്ട്, സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ചാനൽ ചർച്ചകളിൽ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. തമാശ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ChatGPT നിന്ന് കൊടുത്തു നോക്കാം വെറുതെ. ഈ ഒരു സാധനം 97 സെക്ഷൻ 97 ChatGPT കൊടുത്താൽ വരുന്നത് എന്താണോ അതാണ് ശ്രീ വി.ഡി. സതീശൻ അന്ന് പബ്ലിക്കായി പറഞ്ഞത്. അതേസമയം ഈ വഖഫ് ആക്ട് ഈ 97 വായിച്ചാൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, 96-ൽ പറയുന്ന പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഇന്ന വിഷയങ്ങളിൽ വഖഫ് ബോർഡിനോട് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് വഖഫ് ബോർഡിന് കാര്യങ്ങൾ ചെയ്യാം. അതൊരു കാരണവശാലും വഖഫായി ഒരു പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംഗതിയെ വഖഫ് അല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു വകുപ്പല്ല. അത് സെക്ഷൻ 96-ഉം 97-ഉം വായിക്കണം. അപ്പം ഇത് ആ സമയത്ത് തന്നെ ഞാൻ ഇത് മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യാനായിട്ട് ശരിക്കും ശ്രമിച്ചതുകൊണ്ട് അന്ന് തന്നെ ഞാനത് തിരുത്തി പറഞ്ഞിരുന്നു, ഈ 10 മിനിറ്റ് പരിഹാരം ഒരു തട്ടിപ്പാണ് എന്നന്ന്. ഇപ്പോൾ അത് ആ വീഡിയോ ഓടുന്നുണ്ട്. ഞാൻ അന്ന് 1 വർഷം മുൻപ് പറഞ്ഞ ആ വീഡിയോ ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ജോഷി, എൻ്റെ ഒരു സംശയം എന്താണ്, ഇത്രയും വലിയ പ്രമാദമായൊരു കേസ് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവലിൽ തന്നെ വലിയ ചർച്ചയായ കേസാണ്. ഇതിൽ BJP ഇടപെട്ടിട്ടുണ്ട്, അവർ രാഷ്ട്രീയപരമായി മുതലെടുപ്പിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, CPM ഇടപെട്ടിട്ടുണ്ട്, കോൺഗ്രസ് ഇടപെട്ടുന്നു, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇടപെട്ടു. പക്ഷെ എന്താണ് ആരും ഡീപ്പായി ഈ വിഷയം പഠിക്കാത്തത്? ഞാൻ ഈ വിഷയത്തെ ഒറ്റ വാക്കിൽ ഒതുക്കും, വർഗീയത. ഒറ്റ വാക്കിൽ ഒതുക്കും, വർഗീയത. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഇത് വഖഫാണ് എന്നുള്ള നിലപാടാണല്ലോ. ശ്രീ കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞു, ശ്രീ KM ഷാജി അത് പറഞ്ഞു. ഷാജിയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയി, വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പിന്നെ എന്താണ് MP അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളൊന്നും. ഇനി നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ മൈൻ ഹാജിയാണ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, മുനമ്പത്തെ കയ്യേറ്റക്കാർക്ക് കരമടക്കാനായിട്ട് അവസരം കൊടുത്ത് വഖഫ് ഭൂമി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ? സത്യത്തിൽ ഈ വിഷയം ഉയർത്തുന്ന ചോദ്യം ആ ചോദ്യമാണ്, മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ അതോ വർഗീയ പാർട്ടിയാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, ഇത് വഖഫാണ് എന്ന് പറയുന്ന നേതാക്കൾ, നമുക്കൊരു സംവാദത്തിനിരിക്കാം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒരു പരസ്യ സംവാദത്തിനായി വരിക, നമുക്കിരിക്കാം. എല്ലാത്തിനൊരു യുക്തിയില്ലേ? ഇത് വഖഫാണെന്ന് പറയണമെങ്കിൽ അതിനൊരു യുക്തി വേണ്ടേ? ആ യുക്തി പബ്ലിക്കായിട്ടൊന്ന് ബോധ്യപ്പെടുത്തട്ടെ. പബ്ലിക്കായി ജനത്തെ ഇത് വഖഫാണ് അല്ലെങ്കിൽ വഖഫല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവാദത്തിന് തയ്യാറായി വരൂ. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു വിഷയ പ്രസ്ഥാനം അവിടെ ഉണ്ട്. അതിൻ്റെ തലപ്പത്ത് വരുന്നവരുടെ താല്പര്യം ഇവിടെയാണ് വഖഫ് നിയമ ഭേദഗതിയിൽ മുസ്ലിങ്ങളല്ലാത്തവരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞൊരു സാധനം കയറ്റി വച്ചതിൻ്റെ പ്രസക്തി.
ഒരു വർഗീയമായി മതപരമായ മാത്രം ചിന്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇതുപോലെ മുനമ്പത്തെ വിഷയം നമുക്കറിയാം. മനുഷ്യർ ഇത്രയും വർഷമായിട്ട് കാശ് കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അങ്ങോട്ട് പിടിച്ചെടുക്കുക, ഒറ്റ നിമിഷം കൊണ്ട് പിടിച്ചെടുക്കുക. നാളെ ഇത് ആരുടെ വീട്ടിൽ വരില്ല എന്ന് ആര് കണ്ടു? അല്ല അച്ഛാ, ഞാൻ എൻ്റെ ഒരു സംശയം, ഈ വിറ്റവരും അതുപോലെ തന്നെ വാങ്ങിയവരും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നില്ല. ഇതിൽ മറ്റൊരു തേർഡ് പാർട്ടിയാണ് ഇത് വന്ന് വഖഫ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ പിന്നെ സേർട്ട് കൊടുത്ത സ്ഥലമാണല്ലോ ഇത്, അങ്ങനെയാണല്ലോ രേഖകൾ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വഖഫ് ഫറൂഖ് കോളേജ് ഏറ്റെടുക്കാത്തത്? ഇത് ഇപ്പോൾ ഇന്നലെ പോലും ശ്രീ KM ഹംസ ചെയർമാൻ, വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പറഞ്ഞു, മുനമ്പംകാർ അവർ നിരപരാധികളാണ്, അവരോട് സഹതാപമേ ഉള്ളൂ. കാരണം അവർ കാശ് കൊടുത്ത് എത്ര വർഷം, 89കളിലാണ്, 89 വർഷം എത്രയായി കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി. പക്ഷെ ഇവിടെ കുറ്റവാളികൾ ഫറൂഖ് കോളേജാണ് എന്നാണ് ശ്രീ KM ഹംസ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡ് ഒരു കാര്യമല്ലേ ചെയ്യേണ്ടത്? ഫറൂഖ് കോളേജിൻ്റെ കോളേജും അവർക്കുള്ള സ്ഥലവും അവരുടെ ആസ്തികളും എല്ലാം കൂടി വഖഫ് ബോർഡ് അങ്ങോട്ട് പിടിച്ചെടുക്കട്ടെ. ഈ മുനമ്പംകാരെ എന്തിനു കഷ്ടപ്പെടുത്തുന്നു? അവർ നിരപരാധികളാണെന്ന് പറയുന്നുണ്ട്, അപരാധികൾ മറ്റൊരാളെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആരാ കെട്ടപ്പെട്ട് കിടക്കണേ? ആരാ അറസ്റ്റിലായിരിക്കുന്നത്? റവന്യൂ അറസ്റ്റിൽ കിടക്കുകയല്ലേ? കഴിഞ്ഞ 4-5 വർഷമായിട്ട് റവന്യൂ അറസ്റ്റിൽ കിടക്കുകയാണ് ഈ മുനമ്പത്തുകാർ. അതേസമയം ഫാറൂഖ് കോളേജിനാണെങ്കിലോ ഒരു വിഷയമില്ല, ഒരു വിഷയമില്ല. അവിടെ കോളേജ് നടക്കുന്നു, ജയിക്കുന്നു, പരീക്ഷ എഴുതുന്നു, മുന്നോട്ട് പോകുന്നു, അവർ കാശ് സമ്പാദിക്കുന്നു, സ്ഥലങ്ങൾ വാങ്ങുന്നു, ഒരു പ്രശ്നമില്ല. ഇതെന്ത് നീതി? ഇത് കാട്ടുനീതിയാണോ? മതം തലക്ക് കയറുമ്പോഴുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ഞാനതുകൊണ്ട് തുടക്കം മുതൽ പറയുകയാണ്, ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു മതേതരത്വത്തിൻ്റെ പ്രശ്നമാണ്, അടിസ്ഥാനപരമായി മതേതരത്വത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ലെജിസ്ലേഷൻസ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ആ ലെജിസ്ലേഷൻസ് തിരുത്തപ്പെടേണ്ടതുണ്ട്. ഏതായാലും വഖഫ് നിയമത്തിൽ അമെൻമെൻറ്റ് നടന്നു എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. ഇനിയൊരു മുനമ്പം ആവർത്തിക്കില്ല എന്ന് ഉറപ്പാണ്. ഇതിൽ ഒരു നേരത്തെ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ KM ഷാജി ആയാലും ശരി, കുഞ്ഞാലിക്കുട്ടി ആയാലും ശരി, അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം അവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മാത്രമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് അവർ കേരളത്തിൻ്റെ ഭരണ പങ്കാളികളാണ്, അല്ലെങ്കിൽ ക്യാബിനറ്റിലെ അംഗങ്ങളാണ്, മന്ത്രിമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ധാർമ്മികത ഈ നേതാക്കന്മാർക്കുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാർക്കുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉയരാത്തത്? അവരെന്തുദ്ദേശിക്കുന്നുവോ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇന്നലെ 8ൻ്റെ പണി. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗിൻ്റെ പണി. അവരെന്തുദ്ദേശിക്കുന്നുവോ അവിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു 2 വർഷം മുൻപ് ഞാൻ ABC ചാനലായിരുന്നു തോന്നുന്നു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് ഇവിടെ ഒരു വിഷയമുണ്ട്. ശ്രീ VD സതീശൻ പറയുന്നത് വഖഫല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു മുസ്ലിം ലീഗും എല്ലാ മുസ്ലിം നേതാക്കളും എല്ലാ പ്രസ്ഥാനങ്ങളും വഖഫല്ല എന്ന് പറയുന്നു. ഇത് വഖഫായി പ്രഖ്യാപിച്ചത് അനിസ്ലാമികമാണ് എന്നാണ് തങ്ങൾമാർ വരെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ പബ്ലിക്കായിട്ടുള്ള സംഗതിയല്ലേ? അല്ല, അങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ കേൾക്കുകയാണ് ഇത് വഖഫല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നതും പിന്നെ മുസ്ലിം ലീഗിൻ്റെ കുറേ ആളുകൾ പറയുന്നത്. എന്ത് സംഭവിച്ചു? സംഭവിച്ചത് അന്നത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി, അഥവാ മറ്റൊരു പേരുണ്ട് വഖഫ് വകുപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വഖഫ് വകുപ്പ്, ശ്രീ അബ്ദുറഹിമാൻ. VD സതീശൻ്റെ കൈ അന്നു തന്നെ അവർ വിട്ടു. അവർ പിടിച്ച കൈ അബ്ദുറഹിമാൻ്റെ കൈയായിരുന്നു. രമ്യമായി പരിഹരിക്കണം. എന്താ രമ്യമായി പരിഹരിക്കണം എന്നുള്ളത്? ഈ ശ്രീ അബ്ദുറഹിമാൻ മന്ത്രിയായിരിക്കെ മുനമ്പത്തെ ജനം അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു, അത് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ കാസർഗോഡ് തത്തുല്യമായ 500 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്, നമുക്കത് അങ്ങോട്ട് കൊടുത്തേക്കാം. തലക്ക് മതം പിടിച്ചവർക്ക് വഖഫ് ബോർഡിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ഭൂമി അടിച്ചു മാറ്റാനുള്ള താല്പര്യമാണുള്ളത്. അത് ശ്രീ അബ്ദുറഹിമാന് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും KM ഷാജിക്കും കൂട്ടർക്കും താല്പര്യമുണ്ട്.
അത് ചെന്ന് എത്തി നിൽക്കാൻ പോകുന്ന അങ്ങോട്ടാണ്. ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹം ഇതിനിടക്ക് വിഡ്ഢിയായി എന്നേ ഉള്ളൂ. ഈ 404 ഏക്കർ സ്ഥലം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ തന്നെ പറയുന്നു കടൽ കയറി ഒരുപാട് സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ എത്ര സ്ഥലമുണ്ട്? 404 ഏക്കർ എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ രസകരമായ കാര്യമുണ്ട്. ഇത് ഈ ദൈവം ഇടുന്ന ചില സൂചനകളുണ്ടാവുമല്ലോ. എന്തൊക്കെ തട്ടിപ്പടുത്തിയാലും ചില സൂചനകളുണ്ടാവും. ഈ പറവൂർ സബ് കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതിനകത്തോട്ട് അപ്പം അവിടെ തന്നെ കൃത്യം പറഞ്ഞു വച്ചിരിക്കുകയാണ്. 404 ഏക്കർ കൊണ്ടുണ്ടായിരുന്നു. അതിൽ 290 ഏക്കറും കടലെടുത്തു പോയി. ഇനി ഈ ഭൂമി എന്താണ് നമ്മുടെ സത്താർ സേട്ടുവിൻ്റെ ഭൂമിയാണല്ലോ. അതെ. ആ ഭൂമി ഏത് രാജ്യത്തിലായിരുന്നു? തിരുവിതാംകൂർ. മുൻപത്ത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും കൊച്ചി രാജ്യത്തിൻ്റെയും അതിര് അവിടെ കൃത്യമായിട്ടുണ്ട്. അതായത് ഇന്ന് ഈ കോൺവെൻറ്റ് റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാലം ഇപ്പോൾ പണി നടപ്പുണ്ട്. ആ കോൺവെൻറ്റ് റോഡിൻ്റെ പാലത്തിൻ്റെ വടക്കുവശത്തേക്ക് ആണ് ഈ നമ്മൾ പറഞ്ഞ തിരുവിതാംകൂർ രാജ്യം കിടക്കുന്നത്. അതിന് തെക്കുവശത്തേക്കുള്ളത് കൊച്ചി രാജ്യമാണ്. ഇനി അതിനും ചില തെളിവുകളൊക്കെ കിടപ്പുണ്ട്. കാരണം ഈ പാലത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ആള് പണ്ട് കേസിൽപ്പെട്ടു. അപ്പോൾ കേസിൽപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തല ഊരിയത് ഞാൻ ടാക്സ് അടച്ചതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊച്ചി രാജ്യത്തിൻ്റെ സംഗതി ടാക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ 290 ഏക്കർ ഭൂമി കടലിലാണ്. ചിലർ ചോദിക്കുന്നത് എന്താ വക്കഭൂമി മാത്രം കടലിൽ പോകുന്നത്? വക്കഭൂമി മാത്രമല്ല കടലിൽ പോകുന്നത്. നിങ്ങൾ കൊച്ചി കണ്ണാടി ചെല്ലാനോ ഏരിയ നോക്കൂ, 2-3 കിലോമീറ്റർ കടലെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് തീരപ്രദേശത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇനി ഇപ്പോൾ ഈ പറയുന്ന വഖഫ് ബോർഡിൻ്റെ ഇതുണ്ടല്ലോ ഭൂക്കൊള്ള, ആ ഭൂക്കൊള്ള എന്ന് പറയുന്നത് നേരെ ഇങ്ങനെ കിടന്നു വെച്ച ഭൂമി ഇങ്ങനെ ആക്കി ആണിപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് എന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ പ്രൊസീജിയേഴ്സ് പാലിക്കാത്തത്. വഖഫ് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ അതിനു മുൻപ് സെക്ഷൻ 4 അനുസരിച്ചും സെക്ഷൻ 5 അനുസരിച്ചും ഈ ആളുകളെ കേൾക്കണം, നോട്ടീസ് കൊടുക്കണം, ആളുകളെ കേൾക്കണം, പിന്നെ സർവേ നടത്തണം, പിന്നെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കണം, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ വേണം. ഇതൊന്നും ഇവർ ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ്? അവരാഗ്രഹിച്ചത് ഭൂമി കൊള്ള. ഇത് ഞാൻ പറയുന്നതല്ലല്ലോ, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ്. ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ് ആണ് മുനമ്പത്ത് നടന്നതെന്നാണ് 2 പരിണിതപ്രജ്ഞരായ മനുഷ്യർ ജഡ്ജസ് പറഞ്ഞത്. ഈ സർക്കാർ ഈ വിഷയം പഠിക്കാൻ വേണ്ടി, കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ ഈ വിഷയം പഠിക്കാൻ വേണ്ടി രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഉണ്ടാക്കുന്നു. രാമേന്ദ്രൻ നായർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ മാറിയാലും സർക്കാരിൻ്റെ കയ്യിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്മേലൊരു ചർച്ച ഉണ്ടാവാത്തത്? യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണോ, രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു സംശയം നിലവിലുണ്ട്. എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? രാമേന്ദ്രൻ നായർ കമ്മീഷനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണ്, അതിലൊരു സംശയമില്ല. ഇനി ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ നേരിട്ട് ഞാൻ പോയി കാണുകയും കൊടുക്കുകയൊക്കെ ചെയ്താണ് ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞു. 404 ഏക്കറിൻ്റെ വിഷയം അദ്ദേഹത്തോട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ ഭൂസംരക്ഷണ സമിതിയിലെ കൺവീനറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഈ സംഗതി നോക്കിയേ, കോടതിയിൽ കൊടുത്ത സംഗതി വെച്ചിട്ട് അങ്ങോട്ടാണ്, അതായത് 290 ഏക്കർ കടലിലാണ്. ഇവരിപ്പോൾ ഈ ക്ലെയിം ചെയ്യുന്ന മറ്റേ ചെറായി മുതൽ ഇങ്ങോട്ടെന്ന് പറയുന്ന ക്ലെയിം ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ മറ്റേ ബിയർ പാർലറുണ്ട്, റെസ്റ്റോറൻറ്റ്, റിസോർട്ട് എന്നൊക്കെ പറയുന്ന ഇവർ പെരുപ്പിക്കുന്ന ഇതൊക്കെ പഴയ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ഈ പ്രദേശത്ത് വരുന്നില്ലല്ലോ. എങ്ങനെ ഇവിടെ വരും? അല്ല, അതിൻ്റെ രേഖകളൊക്കെ വില്ലേജ് ഓഫീസിലൊക്കെ ഉള്ളതല്ലേ? ഇതുണ്ട്. പക്ഷേ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ എന്നോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രശ്നം തീർത്താൽ പോരെ, സർക്കാരുകൾ അവർ കൊടുക്കലും വാങ്ങലും പരിപാടികൾക്ക് ഉണ്ടാവും എന്നാണ് ശ്രീ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, കഥ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ കമ്മീഷൻ വന്നതോടുകൂടി
ഏറ്റവും വലിയൊരു ഗുണമുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ പഴയ രേഖകൾ ഇതുവരെ നമുക്ക് കണ്ടെത്താനാവാത്ത, ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ചിലതൊക്കെ പിടിച്ചു കിട്ടി, പക്ഷെ കണ്ടെത്താനാവാത്ത ഒത്തിരി രേഖകൾ കണ്ടെത്താൻ പറ്റി, പുറത്തു വരാനിടയായി. അവിടെയാണ് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ആ പരമക്കള്ളൻ, തട്ടിപ്പ് വീരൻ, അയാൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പാട്ടം വക ഭൂമിയെ വിൽപ്പന നടത്തി വഖഫാക്കിയെടുത്ത് അവസാനം കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് തൊട്ടു മുമ്പ് 1950 തൊട്ടു മുമ്പ് ഇത് വഖഫാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ടൈറ്റിൽ എഴുതി, എന്നാൽ അവസാനം എഴുതി ഇത് എൻ്റെ വീട്ടിലേക്ക് വരണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യമൊക്കെ നിൽക്കൊണ്ട് എന്ന് പറഞ്ഞ് ഫാറൂഖിൻ്റെ പേരിൽ ഇത് എഴുതി വെക്കുകയും ചെയ്തു. അപ്പോൾ കമ്മീഷൻ കൊണ്ടുണ്ടായ ഏക ഗുണം രേഖകൾ പുറത്തു വന്നു. അപ്പോൾ ഈ ഫേക്ക് രേഖകളൊക്കെ കൃത്യമായി കോടതിക്ക് മുന്നിലേക്ക് വരും അടുത്ത്. പക്ഷെ അതാരും പഠിക്കുന്നില്ല. ഞാനത് ഗൗരവമായിട്ട് പഠിച്ചു, ഞാൻ ഗൗരവമായിട്ട് പഠിക്കുകയും ചെയ്തു. ഞാനും ശ്രീ സ്റ്റാലിൻ ദേവൻ സാറ് തിരുവനന്തപുരത്ത് നിന്നുള്ള, അദ്ദേഹം നിയമത്തിൽ വളരെ ആഴമായിട്ട് പഠിക്കുന്നയാളും കൂടി, ഞങ്ങൾ രണ്ടുപേരും കൂടി പഠിച്ചു. ഞങ്ങളത് കംപ്ലീറ്റ് റിപ്പോർട്ട് രേഖകൾ സഹിതം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. മുസ്ലിം ലീഗിന് ഇത് വഖഫ് ബോർഡാണ്, വഖഫ് ഭൂമിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വരിക, നമുക്ക് സംസാരിക്കാം. തുടക്കം മുതൽ സംസാരിക്കേണ്ടി വരും, റെഡിയാണെങ്കിൽ വരിക. ഇതിൽ കേന്ദ്ര സർക്കാർ വലിയ താല്പര്യം എടുക്കെടുത്തിന് നേരത്തെ ഇലക്ഷനൊക്കെ മുന്നേ അവർ സമരത്തെയൊക്കെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട BJPയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ, റിജുവിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഈ സമരഭൂമിയിലൊക്കെ വരികയും ചെയ്തു. പക്ഷേ അവർ ഈ പ്രശ്നം വളരെ ശാശ്വതമായി പരിഹരിക്കുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തെങ്കിൽ പോലും അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിൽ സംഭവിച്ചത്? സത്യത്തിൽ മുനമ്പം പ്രശ്നം 2022 ഇവരുടെ ശ്രദ്ധപ്പെടുന്നത്, ജനത്തിൻ്റെ, അവിടുത്തെ ജനത്തിൻ്റെ ശ്രദ്ധപ്പെടുന്നത്. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്നു, പിന്നെ എഴുതുന്നു, പബ്ലിക്കിലേക്ക് വരുന്നു, വിഷയം വരുന്നു, ജനം ഇത് കേട്ടുണരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ്, 4 വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അതിൽ ആരൊക്കെയാണ് ഇതൊക്കെ കളിച്ചതെന്നൊക്കെ ഞങ്ങൾ അപ്പം തന്നെ പുറത്തു വിടുന്നു. ഒരു മോന്നോട്ടം നോക്കിയില്ല, ആരൊക്കെയാണ് കളിച്ചത് അപ്പം പുറത്തു വിടും. ഇനി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലേ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആ പ്രദേശത്തുള്ള കുറച്ച് BJPക്കാർ, അവിടെ BJPക്കാരില്ലാത്തതാണ് പറയുന്നത്, അപ്പുറത്ത് നോട്ടമൊക്കെ ഉള്ള കുറച്ച് BJPക്കാർ ഈ സമരം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ വികാരി അച്ഛനാകട്ടെ, കൺവീനർക്കാകട്ടെ, ചെയർമാനാവട്ടെ, ആ സമയത്ത് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ വികാരി അച്ഛനാണ് അന്ന് വേറെ ആരും നമ്മളെ സഹായിക്കാനില്ല, എന്ത് ചെയ്യും എന്ന് പറയട്ടെ, ന്യൂനപക്ഷ മോർച്ചയുടെ ആള് ജിജി, അയാളെ വിളിപ്പിച്ചു സംസാരിച്ചത് ആ ഭൂസംരക്ഷണ സമിതിയിലെ വികാരി ഗതികെട്ട എന്ത് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ സമരത്തിന് BJPയുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. ഇനി ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകൾ ഇത് വളരെ കാര്യമായി ചർച്ച പുറത്തേക്ക് കൊണ്ട് ഇതിനൊരു നാഷണൽ ന്യൂസാക്കി മാറ്റാനായിട്ട് ആൻ്റണി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ, ഇപ്പോൾ മത്സരിച്ച് തോറ്റയാള്, തിരുവല്ല മത്സരിച്ചു, അതെ, പേര് അനിൽ ആൻ്റണി അത് നാഷണൽ തലത്തിലേക്ക് അത് ന്യൂസ് കൊണ്ടുപോയി. ഇങ്ങനെ അത് കാര്യമായിട്ട് വന്നു. പക്ഷേ പിന്നെ പറഞ്ഞു നിയമ ഭേദഗതി വരുമ്പോൾ എല്ലാം ശരിയാകും, ഇവർക്കുള്ള ക്ലോസ് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് ഇവരന്ന്. രാജീവ് ചന്ദ്രശേഖരും പിന്നെ ഇതാണ് നമ്മുടെ MP സുരേഷ് ഗോപി ഒക്കെ അവിടെ വന്നു. അതോടെ മാധ്യമ ശ്രദ്ധ കാര്യമായിട്ട് കിട്ടി. പക്ഷേ ഈ മുനമ്പം വിഷയം ലോക്സഭയിലും നന്നായിട്ട് കത്തിക്കയറി. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം പാസ്സാക്കുന്നതിൽ മുനമ്പത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. എത്ര വട്ടമാണ് മുനമ്പം അവിടെ സംസാരിക്കപ്പെട്ടത്. ഇതൊക്കെയാണെങ്കിലും ഇവർ ബോധപൂർവം മുനമ്പത്തെ രക്ഷിക്കാനായി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബോധപൂർവം രക്ഷിക്കാനായി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ചില കയ്യൊപ്പെന്ന് പറഞ്ഞ പോലെ അവരുണ്ടാക്കിയ ബോറ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരിട്ട ഒരു ക്ലോസ് സെക്ഷൻ 2 ആ രണ്ടാമത്തെ ക്ലോസ് സെക്കൻഡ് പ്രൊവിസോ അത് കറക്റ്റ് മുനമ്പത്തിൻ്റെ അവസ്ഥകൾക്ക് യോജിച്ചതാണെന്ന് മുനമ്പത്തെയും
വഖഫ് നിയമത്തെയും ഗൗരവമായി പഠിച്ചിട്ടുള്ള ശ്രീ സ്റ്റാലിൻ ദേവൻ സാറ് കണ്ടെത്തി. ഇത് അദ്ദേഹം ഈ പറഞ്ഞ BJP നേതാക്കളോട് പറഞ്ഞു, അവരുടെ ലീഗൽ സെല്ലിൽ പറഞ്ഞു. ഇവർക്കാർക്കും ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ ഇത് മനസ്സിലാവില്ല. എന്നിട്ട് കിരൺ റിജിജു സ്ഥലത്ത് വന്നു. അദ്ദേഹം ഒരു കോമാളിയായിട്ടാണ് അന്ന് ആ പത്രസമ്മേളനം നടത്തിയത്. ഓർക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇതിലൊരു ഈ അമെൻമെൻറ്റിൽ ഇത്ര സെക്ഷൻ ഉണ്ട്, ഈ സെക്ഷൻ ഇതിന് പരിഹാരമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഓർക്കേണ്ടത് ഈ കിരൺ റിജിജുവിന് കൊടുക്കാനായി സാറ് തയ്യാറാക്കിയ റൈറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു റൈറ്റപ്പ്. അതുപോലെ ഉപയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പത്രസമ്മേളനത്തിൽ കൈവിട്ടു പോയെന്ന് മനസ്സിലായതോടുകൂടി പിന്നെ BJPക്കാർ നെട്ടോട്ടമായി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത് മുനമ്പത്തേക്കാണ്. അങ്ങോട്ട് ചെന്നാൽ ജനം പ്രശ്നം ഉണ്ടാക്കും, അറിയാം. അപ്പോഴാണ് കിരൺ റിജിജു ഈ സാധനം ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സൊല്യൂഷൻ ഇവരറിയാതെ മുനമ്പത്തിന് വേണ്ടി അതിൽ വന്നു എന്നുള്ളതാണ്. മുനമ്പംകാർ പറയുന്നത് വേളാങ്കണ്ണി മാതാവ് അവരെ സഹായിച്ചു എന്നാണ്. എന്തു ആവട്ടെ, അതിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ കിരൺ റിജിജു അന്ന് അവിടെ വെച്ച് പറഞ്ഞു 3 ആഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ചട്ടങ്ങൾ റെഡിയാകും. ആ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയാകും. ഇപ്പം എത്രയായി? വർഷം 1.5 ഇതുവരെ ചട്ടം തയ്യാറാക്കാൻ അവർ സന്നദ്ധരല്ല. പറയുന്നത് സുപ്രീം കോടതിയിൽ കേസുണ്ടെന്നാണ്. സുപ്രീം കോടതിയിൽ കേസുണ്ടായിരിക്കുകയല്ലേ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റിൻ്റെ സംഗതി അവർ ചട്ടം പാസ്സാക്കിയതും അത് നടപ്പിലാക്കിയതും. സുപ്രീം കോടതിയിൽ കേസിരിക്കുകയല്ലേ അവരിതിലെ പോർട്ടലിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പുറത്തിറക്കിയത്. അപ്പോൾ മനസ്സ് വെച്ചാൽ ഉണ്ട്. BJP മനസ്സ് വഹിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈ ഇപ്പം ഭരണം മാറിയിട്ടാകെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിന് മുന്നേ CPM ആയിരുന്നു, അല്ലെ LDF ആയിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ജില്ലയിലെ മന്ത്രിയായിരുന്ന P. രാജീവ് ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം ശാശ്വതമായി ഞങ്ങൾ പരിഹരിക്കുമെന്നും ഇവിടെ മുനമ്പത്തുള്ള ഒരാൾക്ക് പോലും കുടിയിറങ്ങേണ്ടി വരില്ല, അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. പക്ഷേ ഇതൊക്കെ ഉറപ്പൊക്കെ നൽകിയെങ്കിൽ പോലും സർക്കാർ എന്നുള്ള രീതിയിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചു എന്ന് തോന്നിയോ? സത്യത്തിൽ സർക്കാർ വഖഫാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു അഴകുഴമ്പൻ നയം എടുക്കുകയും, എന്നാൽ സർക്കാരിൻ്റെ വഖഫ് വകുപ്പ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇത് വഖഫ് തന്നെ എന്ന രീതിയിൽ നിലപാടെടുക്കുകയും സ്റ്റെപ്പുകൾ എടുക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇടത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് ചെയ്ത തെറ്റ്. അല്ല, രാജനൊക്കെ അവിടെ ഈ സമ്മേളനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. K. രാജൻ അന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏത് സമ്മേളനത്തിൻ്റെ? ഇതിന്റെ ഈ പിന്നെ സമരം അവസാനിപ്പിക്കുന്ന സമ്മേളനത്തിൽ. സമരം അത് ഇലക്ഷന് തൊട്ട് മുൻപ് പ്രശ്നം പരിഹരിച്ച് എന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അതിന് ആ ഭൂസംരക്ഷണ സമിതിക്കാർ അതിൽ പെടുകയും ചെയ്തു. അതായത് രാഷ്ട്രീയക്കാർക്ക് ഈ ഭൂസംരക്ഷണ സമിതിയുടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ അടിസ്ഥാനപരമായ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുടെ വാലാട്ടികളായി നീങ്ങുന്നു എന്നതാണ്. ഗൗരവമായി വിഷയം പഠിച്ച് ചെയ്യേണ്ടത് ചെയ്ത് പറയേണ്ടടുത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതി അവർക്കില്ല. അവർ ഈ പാദസേവ എന്ന രീതിയിലാണ്. പക്ഷേ അതിന് അവർ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും 600 കുടുംബങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ പറ്റാതെ? സ്വാഭാവികമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്തിലുണ്ടായ ഒരു കുടിയേർക്ക് 6 കുടുംബങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി അവിടെ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കുടുംബങ്ങളുണ്ട്. 600 കുടുംബങ്ങൾ എന്ന് പറയുന്നത് വലിയ മാൻ പവറാണ്. അവിടെ ഒരു കാശ് കൊടുക്കാത്ത ഒരു ഭൂമിയാണ്, ഒരു പേഴ്സന്റെ സ്ഥലത്ത് കയറുന്നത്. ഇവിടെ അങ്ങനെ എല്ലാവരും കാശ് കൊടുത്ത് എല്ലാവർക്കും ആധാരമുണ്ട്. അത് ആധാരം ഇല്ലാത്തവരാണ്. ഇത് എല്ലാവർക്കും ആധാരമുണ്ട്. അപ്പം ഇതാണ് കോൺട്രാസ്റ്റ്. പിന്നെ അവിടെ ഒരു മതം ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാൻ തുടക്കം മുതൽ പറയുന്നു, അവിടെ അതിലൊരു മതനിയമം അവിടെയില്ല. ഇവിടെ ഒരു മതനിയമം ഉണ്ട്. ഈ പ്രശ്നം ഇപ്പം എന്തായാലും UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി മാറും എന്നുള്ളത് അതൊരു സംശയമില്ല. കാരണം ഇത് വഖഫ് ഭൂമി തന്നെ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു.
അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? അച്ഛൻ്റെ നമുക്കൊരു കൺക്ലൂഷൻ നിലയിൽ നമുക്ക് പറയാം, ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? മുൻപ് പ്രശ്നം പരിഹരിച്ചല്ലേ പറ്റൂ, ഇത് വലിയ മനുഷ്യാവകാശ പ്രശ്നമാണല്ലോ. ഈ പറയുന്ന മന്ത്രിമാരെല്ലാവരും ഈ റാഷണൽ ആനിമൽസ് അല്ലേ? പരിഹാരം റാഷണാലിറ്റിയിലുണ്ട്, റാഷണാലിറ്റിയിൽ പരിഹാരമുണ്ട്. അതേസമയം ഫെയ്ത്തിൽ പരിഹാരം തേടിയാൽ അത് പരിഹരിക്കപ്പെടില്ല. റാഷണാലിറ്റിയിൽ പരിഹാരമുണ്ട്. ഈ കേരളം ഭരിക്കുന്ന മന്ത്രിമാരെല്ലാവരും റാഷണൽ ആനിമൽസ് ആണെങ്കിൽ പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. മന്ത്രിമാർ മാത്രം ഇരിക്കട്ടെ, ഞാൻ നേരത്തെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ, മന്ത്രിമാർ മാത്രം ഇരുന്ന് അവരുടെ റാഷണാലിറ്റി ഒന്ന് ഷെയർ ചെയ്യട്ടെ, പഠിച്ചിട്ട്. ഇനി അല്ലെങ്കിൽ പഠിച്ചവരോട് സഹായം തേടിയിട്ട് അവരുടെ റാഷണാലിറ്റി ഒന്ന് പ്രയോഗിച്ച് നോക്കട്ടെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിൻ്റെ അടുത്ത മണ്ഡലമാണ്, ഏറ്റവും അടുത്ത സ്ഥലമാണ്. പറവൂരിൽ നിന്ന് വളരെ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ഈ വിഷയം നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതിൽ വലിയ താല്പര്യം എടുത്തുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിട്ടല്ല, കോൺഗ്രസിൻ്റെ അടിവേര് ഇളകുമെന്ന് അദ്ദേഹത്തിന് ഒരു സമയത്ത് തോന്നി. അവിടെ അദ്ദേഹം വളരെ തന്ത്രജ്ഞനാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ട സമയത്ത് തന്നെ അവിടെ ഉടനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി വലിയ സംഭവമായിട്ട് ഇത് നമ്മൾ പരിഹരിക്കും, മറ്റൊരു ഇത്രയും കുറച്ചും കൂടി നാളെ ഉള്ളൂ, നമ്മൾ പരിഹരിക്കും, ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ട്, മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, തങ്ങളുണ്ട്, പിന്നെ എല്ലാ പ്രസ്ഥാനവും എല്ലാം അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ഇതും മുനമ്പവും വഖഫ് നിയമവും തമ്മിൽ ബന്ധമില്ല, അതും കാഞ്ഞ ബുദ്ധിയാണ് ആ പ്രയോഗിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സപ്പോർട്ടീവ് ആർഗ്യുമെൻ്റായിട്ട് മുനമ്പം മാറരുത്. അതുകൊണ്ട് ഇത് മുനമ്പവും വഖഫ് നിയമവും തമ്മിൽ ബന്ധമില്ല. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ സെക്ഷൻ 40 ഉപയോഗിച്ചിട്ടാണ് ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശ്രമം നടത്തി ഇതിൽ കോൺഗ്രസ് കൂടെയുണ്ട് എന്ന് വരുത്താനായിട്ട് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇവരെല്ലാവരും കൂടി അവിടെ വന്നിരുന്ന് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ നട്ടലുണ്ടോ എന്ന് ഇപ്പം അറിയാം. ഇപ്പോഴാണ് കയ്യിൽ ഭരണം കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്ന ട്രപ്പീസുകളെയൊക്കെ മാറ്റിവെക്കുക. ഉമ്മീദ് പോർട്ടലിൽ അവർ കൊണ്ടുപോയി സാധനം ഇട്ടപ്പോഴേക്കും എൻ്റെ പരിഹാരമൊക്കെ ചോർന്നു പോയി എന്ന് പറയുന്ന ഈ ട്രപ്പീസ് കളിയുണ്ടല്ലോ, മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന മുഖ്യമന്ത്രി ആ പരിപാടി മാറ്റിവെക്കുക, റാഷണാലിറ്റി ഉപയോഗിക്കുക. ഇപ്പം ഉപയോഗിച്ചത് ഇമോഷനാണ്, സൂത്രമാണത്, ഇമോഷൻ. അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ശരിയാക്കി തന്നേനെ. അപ്പോഴും മുൻപിൽ മനുഷ്യരുടെ മുമ്പിൽ ഇരിപ്പുണ്ട് എന്ത്, വഖഫ് നിയമം എന്താണെന്നും പോർട്ടൽ എന്താണെന്നും പോർട്ടലിൽ എന്തൊക്കെ കയറ്റണമെന്നും പോർട്ടലിൽ എന്തൊക്കെ മാറ്റങ്ങൾ പിന്നീട് വരുത്താമെന്നും ഇതൊക്കെ ഈ സാധനത്തിലുണ്ട്. മനുഷ്യരാരും വിഡ്ഢികളല്ല. അതുകൊണ്ട് സ്വയം വിഡ്ഢിയാകരുത് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാതെ പോകട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി. നമ്മൾ ഈ താങ്ക് യു രാജൻ, താങ്ക് യു.